അപ്പോൾ ഈ കോശ സമൂഹത്തിൽ കാണപ്പെടുന്ന സെല്ലുകളാണ്, കോശങ്ങളാണ്, ക്രമമായി നിലനിർത്താൻ സഹായിക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. അതായത് ഇൻസുലിനും ഗ്ലൂക്കഗോണും കൂടെ ചേർന്നിട്ട് ട്രോഫോളജി, പോഷണങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. സൊമാറ്റോ ബോഡിയാണ്, അപ്പോൾ ശരീരത്തെ പോഷിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ലൈംഗിക ഗ്രന്ഥികൾ അഥവാ ഗൊണാഡ്സ് എന്നല്ലേ പറയുക. ഹൈ ഫ്രണ്ട്സ്, അപ്പം ഹോർമോണുകളും അവയുമായി ബന്ധപ്പെട്ടുള്ള കൺഫ്യൂസിങ് ഫാക്ട്സിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം പാൻക്രിയാസ് ഗ്ലാൻഡ്. പാൻക്രിയാസ് ഗ്ലാൻഡിന്റെ മലയാളത്തിൽ എന്താ പറയുക? നമ്മൾ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയും. എന്താണ് ആഗ്നേയ ഗ്രന്ഥി? ആഗ്നേയശില നിങ്ങൾ ഇഗ്നിയസ് റോക്സ് എന്നൊക്കെയാണ് വിളിക്കാറ്. അതേപോലെ ഇഗ്നിയസ് ഗ്ലാൻഡ് ഒന്നും വിളിച്ചു കളയരുത്. എന്താണ്? പാൻക്രിയാറ്റിക് ഗ്ലാൻഡ് ആണ്. പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയും. ഈ പാൻക്രിയാസിൽ കാണപ്പെടുന്ന കോശ സമൂഹമാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്താണ്? ലാംഗർഹാൻസ് കണ്ടെത്തിയത് കൊണ്ടാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പോൾ ഈ കോശ സമൂഹത്തിൽ കാണപ്പെടുന്ന സെല്ലുകളാണ്, കോശങ്ങളാണ് ആൽഫ കോശങ്ങൾ, ബീറ്റ കോശങ്ങളൊക്കെ. ഇതിൽ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഏതാണ്? ഗ്ലൂക്കഗോൺ. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. മാറിപ്പോറേ. അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ആൽഫ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോണും ബീറ്റ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതുമാണ്? ഇൻസുലിനുമാണ്. ഓക്കെ അല്ലേ? ഇതിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമമായി നിലനിർത്താൻ സഹായിക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. അതായത് ഇൻസുലിനും ഗ്ലൂക്കഗോണും കൂടെ ചേർന്നിട്ടാണ് ഇത് നിലനിർത്താൻ സഹായിക്കുന്നത്, അല്ലേ? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നത് ഗ്ലൂക്കഗോണാണ്. ഓക്കെ, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്, അല്ലെ, കൂട്ടാൻ സഹായിക്കുന്നത് ആരാണ്? ഗ്ലൂക്കഗോണാണ്. ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കോസിനെ കൊണ്ട് അങ്ങ് ഗോൺ പോകുക എന്ന് വിചാരിച്ചോ, അങ്ങ് ഉയരങ്ങളിലേക്ക് പോവുകയാണ്. ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ആളാണ് ആര്? ഇൻസുലിൻ. ആരാണ്? ഇൻസുലിൻ. അത് പരസ്പരം മാറിപ്പോകാതെ ഓർമ്മിക്കുക. ഇത് സംബന്ധിച്ച് ഇത് വെച്ചിട്ട് തന്നെ വേറെ പല രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് പറഞ്ഞത്? ഇൻസുലിൻ ആണ്. ദെൻ ആൽഫ കോശങ്ങൾ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ സെൽ ക്ലസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിലുള്ള ആൽഫ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏത്? ഗ്ലൂക്കഗോൺ. ഓക്കെ, ഏതാണ്? ഗ്ലൂക്കഗോൺ ആണ്. നോക്കിയേ അടുത്ത പോയിന്റ് നോക്കിയേ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയിന്റ് കിട്ടി. ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കല്ലേ, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുക, കരളിൽ സംഭരിക്കപ്പെടുന്നു. അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ആളാണ് ആര്? ഇൻസുലിൻ. ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ആളല്ലേ ഇൻസുലിൻ. അപ്പൊ അതിനല്ലേ ഇത് പ്രോസസ്സ്. യെസ്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു, അങ്ങനെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു, അല്ലേ? അപ്പം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇൻസുലിൻ ആണ്. നേരെ തിരിച്ച് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആളാണ് ആര്? ഗ്ലൂക്കഗോൺ. അപ്പം അത് മാറിപ്പോകാതെ ഓർമ്മിക്കുക. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആരാണ്? ഗ്ലൂക്കഗോൺ. ഒന്നുമില്ല, അറിഞ്ഞു വെച്ചാൽ മതി. ഏതാ? ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കുന്ന ആളാണ്, ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്ന ആളാണ് ആര്? ഇൻസുലിൻ. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്ന പ്രോസസ്സൊക്കെ ഇൻസുലിൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുക, അപ്പം ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയല്ലേ സ്വാഭാവികമായിട്ടും ചെയ്യുക. അപ്പോൾ അതാരാണ്? ഇൻസുലിനാണ്. നേരെ തിരിച്ച് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരുമാണ്? ഗ്ലൂക്കഗോണുമാണ്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് അത് ഓർമ്മിച്ച് വെക്കുക. അടുത്ത പോയിന്റ് നോക്കിയേ. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. കിട്ടിയില്ലേ? ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. അപ്പം ഇവിടെ കൂട്ടുന്നൊരു പ്രോസസ്സ് അല്ലേ ഇത്? അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു, അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിച്ചെടുക്കുന്നു, അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ആര്? ഗ്ലൂക്കഗോൺ. അപ്പോൾ ഇങ്ങനെ ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനം വഴിയാണ് ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തപ്പെട്ടു പോകുന്നത്. ആ സ്ഥിരമായിട്ടുള്ള അളവാണ്, നോർമൽ കൗണ്ട് ആണ് എത്ര? 70 to 110 മില്ലിഗ്രാം പെർ 100 milliliter ഓഫ് ബ്ലഡ്. 100 milliliter രക്തത്തിൽ 70 മുതൽ 110 മില്ലിഗ്രാം ആണ്, 110 mg ആണ്, 110 മില്ലിഗ്രാം വരെയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ തോത് എന്ന് പറയുന്നത്. ഇതിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്ന അവസ്ഥയാണ്, അല്ലെ? അളവ് ഇതിൽ നിന്നും കൂടുന്ന അവസ്ഥയാണ് എന്ത്? നമ്മൾ ഡയബറ്റീസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. ഡയബറ്റീസ് മെലിറ്റസ്, അല്ലേ? അതിൻ്റെ കൂടെ കൺഫ്യൂസിങ് ഫാക്റ്റായിട്ട് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഒക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട്. അതേപോലെ മാറിപ്പോകുന്ന സംഗതിയാണ് ഈ വളർച്ച ഹോർമോണായിട്ട് ബന്ധപ്പെട്ട് വളർച്ച കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. അത് തൈറോക്സിനും വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. അതേപോലെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരാളാണ് നമ്മുടെ സൊമാറ്റോട്രോപ്പിൻ, അല്ലേ? വളർച്ചാ ഹോർമോൺ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് GH അല്ലെങ്കിൽ HGH, ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ.
HGH എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോഫിനാണെന്ന് പഠിച്ചിട്ടില്ലേ? യെസ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാന വളർച്ചാ ഹോർമോണാണ് ആര്? ഗ്രോത്ത് ഹോർമോണാണ് ആര്? സൊമാറ്റോട്രോഫിൻ. അതേപോലെ തന്നെ ശരീര വളർച്ചയ്ക്ക് ആര് സഹായിക്കുന്നുണ്ട്? തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തെറ്റിപ്പോകുന്ന കുറേ സംഗതികളുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ, അതായത് വളർച്ചാ ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോഫിനുകളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണത്. ട്രോഫോളജി, പോഷണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. സൊമാറ്റോ ബോഡിയാണ്. അപ്പോൾ ശരീരത്തെ പോഷിപ്പിക്കുന്ന, ശരീരത്തെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആളാണ് ആര്? സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഈ സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? വാമനത്വം. കൂടുന്ന അവസ്ഥയാണെന്ത്? ഭീമാകാരത്വം. അതായത് നമ്മുടെ വളർച്ചാ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ ഗ്രോത്ത് പീരീഡിൽ, ആ ഒരു വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം കുറവാണെങ്കിൽ നമ്മുടെ വളർച്ച മുരടിക്കുന്നു. ആ അവസ്ഥയാണെന്ത്? ഡ്വാർഫിസം അഥവാ വാമനത്വം എന്ന് പറയാം. ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ കുള്ളൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഡ്വാർഫിസം അഥവാ വാമനത്വം. ഡ്വാർഫിസം അഥവാ വാമനത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വളർച്ച ഹോർമോണിൻ്റെ അളവ് കുറവായതുകൊണ്ട്, വളർച്ചാ കാലഘട്ടത്തിൽ ഈ സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം കുറവായതുകൊണ്ട് വളർച്ച മുരടിച്ചു പോകുന്ന അവസ്ഥയാണ് ഡ്വാർഫിസം അഥവാ വാമനത്വം. നേരെ തിരിച്ച് വളർച്ചാ കാലഘട്ടത്തിൽ വളരെയധികം സൊമാറ്റോട്രോഫിൻ ഉൽപ്പാദനം നടക്കുകയെന്ന് വിചാരിക്കുക. കൂടിയ അളവിൽ സൊമാറ്റോട്രോഫിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അമിതമായിട്ട് ശരീര വളർച്ചയുണ്ടാവും. ആ അവസ്ഥയാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. ജൈജാൻഡിസം, ജിഗ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ജിഗാബൈറ്റ്, GB വലിയ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, മെഗ അതിനേക്കാളും വലുതാണ് ജിഗ. അപ്പം ഭീമാകാരത്വം അഥവാ ജൈജാൻഡിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം അമിതമാകുമ്പോൾ, കൂടിയ തോതിലാകുമ്പോൾ അമിതമായിട്ട് ശരീരം വളരുന്ന അവസ്ഥയാണെന്ത്? ഭീമാകാരത്വം എന്ന് പറയുക. ഇനി വളർച്ചാ കാലഘട്ടമൊക്കെ കഴിഞ്ഞെന്ന് വെക്കുക. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് എന്നിട്ടും സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം കൂടുക. വളർച്ചാ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അവസ്ഥയാണ് അക്രോമെഗലി. എന്താ വ്യത്യാസം ഉണ്ടാവുക? സാധാരണ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോഫിൻ കൂടിയാൽ അമിതമായിട്ട് അങ്ങ് വളരുന്നേ ഉള്ളൂ. അതൊരു വൈരൂപ്യമായിട്ട് മാറണമെന്നില്ല. ഒരു അമിതമായ വണ്ണം, തടിയും ഒക്കെ നീളവും ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരവസ്ഥയാണ്. അതാണ് ജൈജാൻഡിസം. അതേസമയം വളർച്ചാ കാലഘട്ടം കഴിഞ്ഞ് നിൽക്കുക, എന്നിട്ടും ഈ സൊമാറ്റോട്രോഫിൻ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വളർച്ച എന്ന് പറയുന്നത് അതിന് ചെറിയ ചെറിയ ഒരു വൈരൂപ്യം എന്നുള്ള രീതിയിലേക്ക് അത് പോകുമെന്നുള്ളതാണ്. പല എല്ലുകളൊക്കെയാണ് കൂടുതലായിട്ട് വലുതാവുക. അപ്പോൾ കൈയിൻ്റെ എല്ല്, മുഖത്തെ എല്ല്, അങ്ങനെയുള്ള പല എല്ലുകളൊക്കെ വലിയ രീതിയിൽ വികസിച്ച് വരാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? അക്രോമെഗലി എന്ന് പറയാം. അക്രോമെഗലി, മെഗലോ വലുതാകുക, മെഗ വലുത് എന്നുള്ള അർത്ഥമാണ്. അക്രോ നീളം വെക്കുക, ഉയരം, നീളം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ അക്രോമെഗലിയാണ്. വളർച്ചാ കാലഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോഫിൻ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മുഖം, താടിയെല്ല്, വിരലുകൾ ഇവിടങ്ങളിലൊക്കെയുള്ള അസ്ഥികൾ എന്ത് ചെയ്യും? വല്ലാതെ വളരും. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഭീമാകാരമായ അവസ്ഥയാണെന്ത്? അക്രോമെഗലി. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയല്ലോ. വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോഫിൻ കൂടിയതുകൊണ്ട് ജൈജാൻഡിസം അഥവാ ഭീമാകാരത്വം ഉണ്ടാവുന്നു. വളർച്ചാ കാലഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അക്രോമെഗലിയും സംഭവിക്കുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തീർന്നില്ലേ? ഇനി ഇതേപോലെ വരുന്നൊരു സംഗതിയാണ് തൈറോക്സിൻ്റെ കാര്യം. ഇത് പലരും തെറ്റിപ്പോകുന്ന സാധനമാണ്. ഇപ്പോൾ എന്താണ്, നമ്മൾ ഈ സൊമാറ്റോട്രോഫിൻ്റെ കുറവും കൂടുതലും പറഞ്ഞില്ലേ, അതേപോലെ തന്നെ തൈറോക്സിൻ്റെ ഉൽപ്പാദന കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? ക്രെറ്റിനിസം എന്ന് പറയുന്നത്. എന്താണ് ക്രെറ്റിനിസം? തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ ശരിയായിട്ടുള്ള ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥയാണ് എന്ത്? ക്രെറ്റിനിസം എന്ന് പറയുക. ക്രെറ്റിനിസം. ഓക്കെ, ക്രെറ്റിനിസം. ഓക്കെ, അപ്പോൾ തൈറോക്സിൻ്റെ കുറവാണ് ക്രെറ്റിനിസത്തിന് കാരണം. തൈറോക്സിൻ്റെ കുറവ് കൊണ്ട് ഭ്രൂണാവസ്ഥയിൽ അല്ലെങ്കിൽ ശൈശവാവസ്ഥയിലൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള വളർച്ച, ശാരീരിക മാനസിക വളർച്ച ഇല്ലാതെ മുരടിച്ചു പോകുന്ന അവസ്ഥയാണ് ക്രെറ്റിനിസം. ഏതുപോലെ തന്നെ സംഭവം വളർച്ചാ ഹോർമോണായിട്ടുള്ള സൊമാറ്റോട്രോഫിൻ്റെ കുറവ് കൊണ്ട് വാമനത്വ ഡാർഫിസ് ഉണ്ടാകുന്നില്ലേ? അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ശാരീരിക മാനസിക വളർച്ചകളൊക്കെ മുരടിച്ചു പോകുന്ന അവസ്ഥ, അതാണ് എന്ത്? ക്രെറ്റിനിസം എന്ന് പറയുന്നത്. അത് തൈറോക്സിൻ്റെ കുറവാണ്. ഏത് ഹോർമോണിൻ്റെ കുറവാണ്? തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ കുറവാണെന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ അതേപോലെ എന്താണ്? മിക്സഡിമ. ഇവിടെ നമ്മൾ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ക്രെറ്റിനിസം എന്ന് പറഞ്ഞു. കുട്ടികളിൽ ക്രെറ്റിനിസം. എന്നാൽ മുതിർന്നവരിൽ ഉണ്ടാവുന്നതാണ് എന്ത്? മിക്സഡിമ. എന്താണ്? മിക്സഡിമ. ഓക്കെ, മിക്സഡിമ എന്ന് പറയും. മുതിർന്നവരിൽ മിക്സഡിമ, കുട്ടികളിൽ ക്രെറ്റിനിസം. കുട്ടി ക്രെറ്റിനിസം, മുതിർന്നവർ
മുതിർന്നവർ, മിക്സഡിമ. ക്ലിയർ അല്ലേ? യെസ്. അപ്പം ക്രെറ്റിനിസം കുട്ടികളിലും തൈറോക്സിൻ്റെ കുറവ് കൊണ്ട് കുട്ടികളിലും തൈറോക്സിൻ്റെ കുറവ് കൊണ്ട് മുതിർന്നവരിൽ ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? മിക്സഡിമ എന്ന് പറയുന്നത്. ഓക്കെ, മുതിർന്നവരിൽ തൈറോക്സിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറവ് കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് മിക്സഡിമ. അപ്പം ക്രെറ്റിനിസവും മിക്സഡിമയും ഒക്കെ ആയില്ലേ? ദെൻ ഇനിയുള്ള കുറച്ച് ഭാഗം മറ്റൊരു ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അതിവൃക്കാഗ്രന്ഥി അല്ലേ? ഇവിടെ പലരും തെറ്റിക്കാറുണ്ട്. കാരണം ഈ വൃക്കയുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് റീനൽ. റീനൽ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട? വൃക്ക എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടാണ് റീനൽ അല്ലേ? അതേപോലെ നെഫ്രോ, വൃക്കയുമായി ബന്ധപ്പെട്ട. നെഫ്രോളജി, വൃക്കയെക്കുറിച്ചുള്ള പഠനമാണെന്ത്? നെഫ്രോളജി. നെഫ്രോളജിയാണ്, നെഫോളജി അല്ല. നെഫോളജി എന്തിനെക്കുറിച്ചുള്ള പഠന? മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. നെഫ്രൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ വൃക്കയാണ്. വൃക്കയ്ക്ക് ഉണ്ടാകുന്ന അണുബാധയാണ്. ഒരു വാക്കിൻ്റെ അവസാനം ഐറ്റിസ് എന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ എന്നുള്ളതാണ് അർത്ഥം. നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ വൃക്കയ്ക്ക് ഉണ്ടാകുന്ന അണുബാധയാണെന്ത്? നെഫ്രൈറ്റിസ് എന്ന് പറയുക. അപ്പം നെഫ്രോളജി എന്താണ്? വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, അപ്പം വൃക്കയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണെന്ത്? അതിവൃക്കാഗ്രന്ഥി. വൃക്കയുടെ മുകൾ എന്നുള്ള അർത്ഥമാണ് അതിവൃക്കാഗ്രന്ഥി. അപ്പോൾ അത് ഇംഗ്ലീഷിൽ നമ്മളെന്ത് പറയും? അഡ്രിനൽ ഗ്ലാൻഡ്. റീനൽ വൃക്ക, അഡ്രീനൽ വൃക്കയുടെ മുകളിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതിവൃക്കാഗ്രന്ഥി അഥവാ അഡ്രിനൽ ഗ്ലാൻഡ്. മറ്റൊരു പേരാണ് സുപ്രാറിനൽ ഗ്ലാൻഡ്. സെയിം വാക്കാണ്. ഇതൊക്കെ വൃക്കയുടെ മുകളിൽ എന്നുള്ള അർത്ഥമാണ്. അതിവൃക്ക, അഡ്രീനൽ, സുപ്രാറീനൽ, സുപ്ര മുകളിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പം അതിവൃക്കാഗ്രന്ഥി, അഡ്രിനൽ ഗ്ലാൻഡ് അഥവാ സുപ്രാറീനൽ ഗ്ലാൻഡ് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന സെയിം ആണ്. ഈ അതിവൃക്കാഗ്രന്ഥിയുടെ ബാഹ്യഭാഗം കോർട്ടെക്സ് എന്നും ആന്തരഭാഗം എന്തു പേരിലും അറിയപ്പെടും? മെഡുല്ല എന്നും അറിയപ്പെടും. ആ പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. അതിവൃക്കാഗ്രന്ഥിയുടെ ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്, ആന്തരഭാഗമാണ് എന്ത്? മെഡുല്ല. ബാഹ്യഭാഗം കോർട്ടെക്സ്, ആന്തരഭാഗം മെഡുല്ല. ഈ ബാഹ്യഭാഗമായിട്ടുള്ള കോർട്ടെക്സും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ആന്തരഭാഗമായിട്ടുള്ള മെഡുല്ലയും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകളാണ് കോർട്ടിസോൾ, സമ്മർദ്ദ ഹോർമോൺ. നമ്മൾ പഠിച്ചല്ലേ വിശേഷണം? സ്ട്രെസ് ഹോർമോൺ അഥവാ സമ്മർദ്ദ ഹോർമോൺ എന്നറിയപ്പെടുന്ന കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? അഡ്രിനൽ കോർട്ടെക്സ്. അതിവൃക്കാഗ്രന്ഥിയുടെ കോർട്ടെക്സ് എന്നുള്ള ഭാഗമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റൊരു ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ. ഏതാണ്? അൽഡോസ്റ്റിറോൺ. നമ്മുടെ ശരീരത്തിലെ ലവണ ജല തുലനാവസ്ഥ, ലവണം സാൾട്ട്, ജലം വാട്ടർ അല്ലേ, രണ്ടും തമ്മിലുള്ള ആ ഒരു തുലനാവസ്ഥ, ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്ന ആളാണ് ആര്? അൽഡോസ്റ്റിറോൺ. മനുഷ്യ ശരീരത്തിലെ ലവണ ജല തുലനാവസ്ഥ പരിപാലിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അൽഡോസ്റ്റിറോൺ ആണ്. സ്ട്രെസ് ഹോർമോൺ അഥവാ സമ്മർദ്ദ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോർട്ടിസോൾ ആണ്. ഏതാണ്? കോർട്ടിസോൾ. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? അഡ്രിനൽ കോർട്ടെക്സ്. അതിവൃക്കാഗ്രന്ഥിയുടെ കോർട്ടെക്സ് എന്ന ഭാഗമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പലരും ശ്രദ്ധിക്കാത്തൊരു പോയിന്റാണ്, ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ലൈംഗിക ഗ്രന്ഥികൾ അഥവാ ഗൊണാഡ്സ് എന്നല്ലേ പറയുക. പുരുഷന്മാരിൽ ടെസ്റ്റിസ് അഥവാ വൃഷണം, സ്ത്രീകളിൽ ഓവറി അഥവാ അണ്ഡാശയം. ഇതാണ് പ്രധാന ലൈംഗിക ഗ്രന്ഥികൾ. അവരാണ് പ്രധാന ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ലൈംഗിക ഹോർമോണുകൾ ആരും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? അഡ്രിനൽ കോർട്ടെക്സും എന്ത് ചെയ്യുന്നുണ്ട്? ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റുകൾ ഉറപ്പിച്ചു വെക്കുക. അതൊക്കെയാണ് കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ. ലൈംഗിക ഹോർമോണുകൾ ആര് ഉൽപ്പാദിപ്പിക്കുന്നു? കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നു. ദെൻ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമാണ് എന്ത്? മെഡുല്ല. എന്താണ്? മെഡുല്ല. മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ആരാണ്? അഡ്രിനാലിൻ. പിന്നെ നോർ അഡ്രിനാലിൻ. അഡ്രിനാലിൻ്റെ മറ്റൊരു പേരുണ്ട് കേട്ടോ, എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ്റെ മറ്റൊരു പേരെന്താ? എപ്പിനെഫ്രിൻ. ഓക്കെ, അഡ്രിനാലിൻ, അഡ്രിനൽ ഗ്ലാൻഡ്, അതിവൃക്കാഗ്രന്ഥി, അഡ്രീനൽ, അതേ വാക്കിനല്ലേ എപ്പിനെഫ്രിൻ. എപ്പി മീൻസ് ഉപരിതലം എന്നുള്ളതാണ്. നെഫ്രിൻ, നെഫ്രോ വൃക്ക. അപ്പോൾ എപ്പിനെഫ്രിൻ സമാനമായിട്ടുള്ള പേരാണ്. അപ്പോൾ അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ. അപ്പോൾ എന്തായിരിക്കും നോർ അഡ്രിനാലിൻ്റെ പേര്? നോർ എപ്പിനെഫ്രിൻ. ഇത് ആര് ഉൽപ്പാദിപ്പിക്കുന്ന?
മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഇവ രണ്ടും പേരും ചേർന്നാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് അതിന് സഹായിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടിയന്തര ഘട്ടം വരുമ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഹോർമോണുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെയാണ്. നമ്മളവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കണോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യണോ, പറന്ന് കളയണോ, അല്ലെ രക്ഷപ്പെട്ട് കളയണോ, ആ സന്ദർഭത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണോ, അതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ ഹോർമോണുകൾ അതിവൃക്ക ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഈ അഡ്രിനാലിൻ്റെയും നോർ അഡ്രിനാലിൻ്റെയും പ്രവർത്തനത്തിലൂടെയാണ്. അതുകൊണ്ട് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഹോർമോൺസ് എന്നറിയപ്പെടുന്നത് ഇവരാണ്. അഡ്രിനാലിനാണ്, നോർ അഡ്രിനാലിനാണ്. അതിൽ അഡ്രിനാലിനെ എമർജൻസി ഹോർമോൺ അഥവാ അടിയന്തര ഹോർമോൺ എന്ന് വിളിക്കുന്നുണ്ട്. നോർ അഡ്രിനാലിനെ സർജിക്കൽ ഹോർമോൺ എന്നും വിളിക്കുന്നുണ്ട്. എന്താണ് സർജിക്കൽ ഹോർമോൺ? അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനും സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനുമാണ്. ഈ രണ്ടും പേര് കേട്ടിട്ട് ഇതിന് വിപരീതമാണ് ഇയാൾ ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. രണ്ടുപേരും ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കപ്പെടാൻ സഹായിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ അതിവൃക്കാഗ്രന്ഥിയുടെ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഹോർമോണുകളാണ് ഏത്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അതുകൊണ്ട് അടിയന്തര ഗ്രന്ഥി എന്ന് നമ്മൾ വിശേഷിപ്പിച്ചത് അതിവൃക്കാഗ്രന്ഥിയാണ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. സർജിക്കൽ ഹോർമോൺ എന്നാരും അറിയപ്പെടുന്നുണ്ട്, നോർ അഡ്രിനാലിനും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഓർമ്മിച്ച് വെക്കുക. അടുത്ത ഒരു പാർട്ടോടുകൂടി ഇതേപോലെ തന്നെ ഒരു ചെറിയ പാർട്ടോടുകൂടി എന്ത് ചെയ്യും? ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ.